ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ സെറ്റ്സിലെ 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഓഫ് സെറ്റ് ഓപ്പറേഷൻസ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതേ ഓപ്പറേഷൻസ് ഓഫ് സെറ്റിൽ നമ്മൾ ആദ്യം യൂണിയൻ എന്താണെന്ന് കണ്ടു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കിയാലോ. നോക്കിക്കേ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ആണ്. എക്സ് സച്ച് ദാറ്റ് ഇറ്റ് ഇസ് എ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് ബി. നിങ്ങൾക്ക് ഈ ഉദാഹരണം കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റുണ്ട് 2, 3, 4, 5 എന്നിങ്ങനെയാണ് എലമെൻറ്റ്സ് അതിനകത്തുള്ളത്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റുണ്ട് 1, 3, 6, 4 എന്ന എലമെൻറ്റ്സ് ഉള്ള ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റുണ്ട്. ഈ രണ്ട് സെറ്റും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് 3ഉം 4ഉം ഇതിനകത്ത് എന്ത് എലമെൻറ്റ്സ് ആണ്? കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ്. ആരാണ് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് 3ഉം 4ഉം. അപ്പോൾ 3ഉം 4ഉം നമ്മൾ കോമയിട്ട് വേർതിരിച്ച് സെറ്റിനകത്ത് എഴുതുമ്പോൾ എന്തായി? എ ഇൻ്റർസെക്ഷൻ ബി ആയി. അപ്പോൾ രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ആ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസുകളുടെ സെറ്റാണ്. ഒരുപോലെ വരുന്ന എലമെൻസുകളുടെ സെറ്റാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ കൊടുത്തിരിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ യൂണിയൻ്റെ സിമ്പിൾ കണ്ടിരുന്നു. യു എന്ന് പറയുന്നൊരു സിമ്പിൾ, യുവിലിരിക്കുന്നൊരു സിമ്പിളായിരുന്നു എ യൂണിയൻ ബി കൊണ്ട് എഴുതുന്നത്, അല്ലേ? എ യൂണിയൻ ബി എന്ന് എഴുതുന്നത് ഇതുപോലൊരു സിമ്പിളായിരുന്നു, എ യൂണിയൻ ബി. ഇങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇൻ്റർസെക്ഷനിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതും? ഇൻ്റർസെക്ഷനിലേക്ക് വരുമ്പോൾ എ എഴുതിയിട്ട് ഈ യൂണിയൻ്റെ ഇതേ സിമ്പിൾ തിരിച്ചിടുമ്പം ഇൻ്റർസെക്ഷൻ ആവും. അങ്ങനെയെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ, എക്സ് എവിടെയുണ്ട്? എയിലും ഉണ്ട്. എക്സ് എവിടെയുണ്ട്? ബിയിലും ഉണ്ട്. ശരിയല്ലായിരുന്നോ? 3, 4 ആണ് നമ്മുടെ ഇവിടുത്തെ കോമൺ എലമെൻറ്റ്സ്. 3 എവിടെയുണ്ട്? എയിലും ഉണ്ട്. 4 എവിടെയുണ്ട്? എയിലും ഉണ്ട്. 3 എവിടെയുണ്ട്? ബിയിലും ഉണ്ട്. 4 എവിടെയുണ്ട്? ബിയിലും ഉണ്ട്. അപ്പം എന്താണ് ഇൻ്റർസെക്ഷൻ എന്ന് ഒരു ഐഡിയ പിടികിട്ടിയെങ്കിൽ ഇതിൻ്റെ വെൻ ഡയഗ്രം നമുക്കൊന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് സർക്കിളാണ്. ഈ രണ്ട് സർക്കിളും കാണിക്കുന്നത് രണ്ട് സെറ്റുകളെയാണ്. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. ഈ എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റിനെ കാണിച്ചിട്ടുണ്ട്. ആ സെറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്ത പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഷെയ്ഡ് ചെയ്ത റീജിയനാണ് എന്ത് വരുന്നത്? നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അതായത് രണ്ട് സെറ്റിൽ ഒരുപോലെ വരുന്ന റീജിയൻ. ഇത് മൊത്തത്തിൽ റെക്റ്റാങ്കുലർ റീജിയൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അത് എന്ത് സെറ്റാണ്? ഇവിടെ വരുന്ന എന്ത് സെറ്റാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്ത് സെറ്റാണത്? കഴിഞ്ഞ ക്ലാസ്സിൽ വെൻ ഡയഗ്രം പഠിച്ചായിരുന്നു. എന്ത് സെറ്റാണത്? യൂണിവേഴ്സൽ സെറ്റാണ്. ഓക്കെ ആണോ? അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വെൻ ഡയഗ്രം വരുന്നത്. മനസ്സിലായെങ്കിൽ ഇത് വെച്ച് നമുക്ക് അടുത്ത കുറേ എക്സാമ്പിളുകൾ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കാണാനാണ്. ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടി ആദ്യം തന്നിരിക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നൊരു സെറ്റ്, പിന്നെ ബി എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിയാലോ. എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 1, 3, 5, 7, 9. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് തന്നിട്ടുണ്ട് 2, 3, 6, 8, 9. അങ്ങനെയെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കാണുന്നതിന് എന്ത് ചെയ്യണം? രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ എടുത്തെഴുതണം. നമ്മൾ ഈ എയിൽ നോക്കുമ്പോൾ 3ഉം 9ഉം എയിലുണ്ട്. ബിയിൽ നോക്കുമ്പോൾ 3ഉം 9ഉം എയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന സെറ്റ് എ ഇൻ്റർസെക്ഷൻ ബി 3, 9 എന്ന് പറയുന്ന സെറ്റാണ്. ശരിയാണോ? ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന സെറ്റ് എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബി 3, 9 എന്ന് പറയുന്ന സെറ്റാണ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്നത് EFG, മൂന്ന് ലെറ്റേഴ്സാണ് EFG. ബി എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്? നൾ സെറ്റാണ്. അതായത് എലമെൻസ് ഒന്നും ഇല്ലാത്ത ഒരു സെറ്റാണ് നൾ സെറ്റ്. ബി ഒരു നൾ സെറ്റും എ എന്ന് പറയുന്നത് എന്താണ്? 3 എലമെൻസ് ഉള്ള ഒരു സെറ്റും.
അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ എന്ത് കിട്ടും മക്കളെ? ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ എന്തായാലും 5A കിട്ടത്തുള്ളൂ, അതായത് ഒരു നൾ സെറ്റേ കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്, ഇവിടെ എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? കോമൺ ആയിട്ട് ഇതിനകത്ത് എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, എലമെൻറ്റ്സ് ഒന്നും ഇല്ല. എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ നൾ സെറ്റിൻ്റെ ചിഹ്നം കൊടുക്കും. ശരിയാണോ? ഇതും എംപ്റ്റി സെറ്റാണ്, ഇതും എംപ്റ്റി സെറ്റാണ്, നൾ സെറ്റാണ്, വോയിഡ് സെറ്റാണ്, എല്ലാം ഒന്നാണ്. ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകതയേ ഉള്ളൂ, എന്താണ്? എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ A ഇൻ്റർസെക്ഷൻ B 5 വന്നത്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ A ഇൻ്റർസെക്ഷൻ B കാണുമ്പം ഏതെങ്കിലും ഒരു സെറ്റ്, ഉദാഹരണം B ആയിക്കോട്ടെ, B എന്ന് പറയുന്ന സെറ്റ് എന്തായി? നൾ സെറ്റായി, അല്ലെങ്കിൽ 5 ആയെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? 5 വരും. നമ്മുടെ ആൻസർ എന്ത് വരും? 5 വരും. ഇപ്പോൾ A ഇൻ്റർസെക്ഷൻ B കാണുന്നത് A എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണ്. B എന്ന് പറയുന്ന ഒരു നൾ സെറ്റാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെ വരും? ഒരു നൾ സെറ്റ് വരും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ? മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് നോക്കേ. A ഈസ് ഈക്വൽ ടു, ഇതൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. നമുക്കിത് വെച്ചിട്ട് പല ടൈപ്പ് ചെയ്യാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. A എന്ന് പറയുന്ന സെറ്റ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. X സച്ച് ദാറ്റ് X ഈസ് ഈക്വൽ ടു 3 × n. X ഈസ് ഈക്വൽ ടു 3 × n എലമെൻറ്റ് ഓഫ് Z. X ഈസ് ഈക്വൽ ടു, അടുത്ത B എന്ന് പറയുന്ന സെറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? X ഈസ് ഈക്വൽ ടു 4 × n എലമെൻറ്റ് ഓഫ് Z. 3 × n 4 × n എന്ത് മനസ്സിലായി? 3 × n എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 വരുമോ? 2 വരുമോ? 3 വരുമോ? 3 വരുമല്ലേ? 1ഉം 2ഉം മൾട്ടിപ്പിൾ ആവുമോ? 1ഉം 2 ഒരിക്കലും മൾട്ടിപ്പിൾ ആവില്ല. മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ മാത്രം. അപ്പോൾ 3 വരും, 6 വരും, 9 വരും, 12 വരും. നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് അറിയാം. മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, n എലമെൻറ്റ് ഓഫ് Z ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഇത് ഇൻറ്റിജറിലെ എലമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇൻറ്റിജർ ഏത് ഇൻറ്റിജറും വരും? 0 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റിജറാണോ? അതെ, 0 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റിജറാണ്. ഇനി 0 × 3 എന്ന് പറയുന്നത് വരും? 0 വരും. -1 ഇതിനകത്ത് ഇൻറ്റിജറാണോ? -1 ഇൻറ്റിജറാണ്. അപ്പോൾ -1 × 3 -3 വരും, -6 വരും, -9 വരും, -12 വരും. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുമ്പം n എലമെൻറ്റ് ഓഫ് Z ആയാൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുന്നത് ഇതുപോലാണ് വരുന്നത്. സെയിം തന്നെ 4n, X ഈസ് ഈക്വൽ ടു 4n വരും. അപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എന്താണെന്നും പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്താണെന്നും ഒരു ധാരണ ഉണ്ടായിരിക്കണം. പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 4n ആണ് എടുത്തിരിക്കുന്നത്. പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം 4 വരും, 8 വരും, 12 വരും, 16 വരും, 20 വരും, അങ്ങനെ പോകും. മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ആര് വരും? 0 ഇതിൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, കാരണം ഇൻറ്റിജർ അല്ലയോ? n എലമെൻറ്റ് ഓഫ് Z ആണ്, 0 ഇൻറ്റിജർ ആണ്. 0 ഇൻറ്റിജർ ആകുമ്പോൾ 0 ൻ്റെ മൾട്ടിപ്പിൾ ആവും. പിന്നെന്താണ്? -4, അതായത് 4 × -1, -8, 4 × -2, അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ. പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം ഇവർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ മനസ്സിലുണ്ടാക്കി വെച്ചേക്കണം. നമുക്ക് കൂടുതൽ ചോദ്യം ചെയ്യാൻ അത് അത്യാവശ്യമാണ്. ഓക്കെ, ഇവർ പറയുന്നത് ചോദ്യത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇത് 2 സെറ്റ് തന്നിട്ടുണ്ട്, 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിളായിട്ടുള്ള, ഇൻറ്റിജർ മൾട്ടിപ്പിളായിട്ടുള്ള 2 സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദിച്ചേക്കുന്നത്? അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് ഞാൻ എടുക്കുവാണ് X എലമെൻറ്റ് ഓഫ് A ഇൻ്റർസെക്ഷൻ B. X A ഇൻ്റർസെക്ഷൻ Bയിലെ ഒരു എലമെൻ്റാണ്. X A ഇൻ്റർസെക്ഷൻ Bയിലെ എലമെൻ്റ് ആയാൽ X എവിടുത്തെ എലമെൻ്റാണ്? X Aയിലെ എലമെൻറ്റുമാണ്, Bയിലെ എലമെൻറ്റുമാണ്. X A ഇൻ്റർസെക്ഷൻ Bയിലെ എലമെൻ്റ് ആയാൽ, X A ഇൻ്റർസെക്ഷൻ Bയിലെ എലമെൻ്റ് ആയാൽ X എവിടുത്തെ എലമെൻ്റാണ്? X Aയിലെ എലമെൻ്റാണ്, X Bയിലെ എലമെൻ്റാണ്. അത് ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം X Aയിലെ എലമെൻ്റ് ആകുമ്പോൾ X ആരുടെ മൾട്ടിപ്പിളാണ്? X 3യുടെ മൾട്ടിപ്പിളാണ്. X Bയിലെ എലമെൻ്റ് ആകുമ്പോൾ X ആരുടെ മൾട്ടിപ്പിളാണ്? X 4ൻ്റെ മൾട്ടിപ്പിളാണ്. അങ്ങനെ പറഞ്ഞുകൂടായോ? അങ്ങനെ പറയാം. അപ്പം X എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ്, 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ പൊതുവേ നമുക്ക് എങ്ങനെ പറയാം? X ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 3 and 4. ബോത്ത് 3 and 4. 3യുടെയും 4ൻ്റെയും മൾട്ടിപ്പിളാണ് X. X ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 3 and 4 എന്ന് പറയാം. 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം ഒരുപോലെയുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് വരുമെന്ന് നോക്കിയാലോ?
അപ്പോൾ ഞാൻ 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക. പോസിറ്റീവ് മൾട്ടിപ്പിൾസ് മാത്രം എഴുതുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. 3, 6, 9, 12, 16 വരുമോ? 16 വരുമില്ല. 15 ആണ് വരുന്നത്. 15, 18, 21 അങ്ങനെ പോകുന്നു. 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുവാണ് 4, പിന്നെന്താണ് 6, പിന്നെ 6 ആണ് വരുന്നത്. 4 കഴിഞ്ഞാൽ 8 ആണ്, 8 കഴിഞ്ഞാൽ 12, 16, 20, 24, 28 അങ്ങനെ പോകും. ഇവിടെ നിന്ന് നമ്മൾ 21 കഴിഞ്ഞാൽ അടുത്ത ആര് വരും? 24 വരും, പിന്നെ 27 വരും, അങ്ങനെ പോകും. ശരിയല്ലേ? ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആരൊക്കെയുണ്ട്? 3, 4, 9, 12, 4, 8, 12 കോമൺ മൾട്ടിപ്പിൾ 12 ഉണ്ട്. പിന്നെ വരുമ്പോൾ ആരുണ്ട്? പിന്നെ വരുമ്പോൾ 24 ഉണ്ട്. ശരിയല്ലേ? പിന്നെ ആര് വരുമായിരിക്കും? 12, 24, അടുത്ത എന്ത് വരാം? അടുത്ത 36 വരാം. ഇവിടെയും 36 വരും. പിന്നെ ആര് വരാം? പിന്നെ 48 വരാം. ഇവിടെയും 48 വരും. അതായത് 3ൻ്റെയും 4ൻ്റെയും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 12ൻ്റെ മൾട്ടിപ്പിളാണ്. 12, 24, 36, 48 12ൻ്റെ മൾട്ടിപ്പിൾസാണ് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിളുകളുടെ സെറ്റ് എഴുതിയാൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആരുടെ മൾട്ടിപ്പിളാണ്? 12ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിയല്ലാതെ എങ്ങനെ അറിയാമെന്നാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക, 3ൻ്റെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 ആണ്. 12ൻ്റെ മൾട്ടിപ്പിളാണ്. നമ്മളിപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ എടുത്തോളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 3, 6, 9 അങ്ങനെ പോകുന്നത്. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എടുക്കുമ്പം എന്തും വരും? നെഗറ്റീവ് ഇൻറ്റിജേഴ്സും 0 എടുക്കുമ്പോൾ എന്തും വരും? 12ൻ്റെ മൾട്ടിപ്പിൾസ് തന്നെ ആയിരിക്കും കേട്ടോ. 12ൻ്റെ മൾട്ടിപ്പിൾസ് തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് 3യുടെയും 4ൻ്റെയും മൾട്ടിപ്പിളാണ്. അങ്ങനെയെങ്കിൽ എക്സ് ആറുടെ മൾട്ടിപ്പിളാണ്? എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12. എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് എങ്ങനെ വരും? എക്സ് ഈസ് ഈക്വൽ ടു 12 ആയിരിക്കും നമ്മുടെ ഓരോ എലമെൻറ്റും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 12 n എലമെൻറ്റ് ഓഫ് ഇസഡ്. n ഇൻറ്റിജറിലെ എലമെൻ്റാണ്. ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള 3 ചോദ്യങ്ങളാണ് കണ്ടത്. അതിൽ 3ാമത്തെ ചോദ്യം കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നു. ഇത് ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ 12ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമുക്ക് അടുത്ത 1-2 പ്രോബ്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. എ എലമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ്, എ എലമെൻ്റ് ഓഫ് n, an ഈസ് ഈക്വൽ ടു an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ കണ്ടിരുന്നു. an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ നാച്ചുറൽ നമ്പറുകൾ, ഓരോ നാച്ചുറൽ നമ്പറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെറ്റാണ് an. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സെറ്റിനെയാണ് an എന്ന് വിളിക്കുന്നത്. ഒരു നമ്പറെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സെറ്റിനെയാണ് an എന്ന്. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എന്തായിരിക്കും? a ആയിരിക്കും. a ഇൻറ്റു n എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റുണ്ട്. ഈ സെറ്റുണ്ട് 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന സെറ്റ്. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? a ഇൻറ്റു 1 a, a ഇൻറ്റു 2 2a, a ഇൻറ്റു 3 3a, പിന്നെ 4a അങ്ങനെ പോകും. ഇങ്ങനെ കിട്ടുന്ന സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? എ ഇൻ്റെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ an എന്ന് വിളിക്കുന്നത്. an എന്ന് പറഞ്ഞ സെറ്റ് എന്താണെന്ന് മനസ്സിലായോ? 1, 2, 3 എക്സെട്രാ നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൻ്റെ ഓരോ എലമെൻറ്റിനെയും a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സെറ്റിനെയാണ് an എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3n എന്ത് വരും? 3n എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 3n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ ഓരോ എലമെൻസിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 3 ഇൻറ്റു 6 ഇൻറ്റു 9 ഇൻറ്റു 12 ഇൻറ്റു 15 ഇൻറ്റു അങ്ങനെ പോകും. അടുത്ത സെറ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? 7n ആണ്.
അതായത് നാച്ചുറൽ നമ്പറിൻ്റെ ഓരോ നമ്പറിനെയും, നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലെ ഓരോ എലമെൻറ്റിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7, 14, 21, 28 അങ്ങനെ 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 പോവും. ഇനി എന്താണ് ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ സെറ്റ് 3n ഇൻ്റർസെക്ഷൻ 7n. 3n ഇൻ്റർസെക്ഷൻ 7n. നമ്മൾ നേരത്തെ എന്താണ് കണ്ടത്? 3n ഇൻ്റർസെക്ഷൻ 4n ആണ് കണ്ടത്. മൾട്ടിപ്പിൾസ് ഓഫ് 3, മൾട്ടിപ്പിൾസ് ഓഫ് 4 അതിൻ്റെ ഇൻ്റർസെക്ഷൻ. ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 3, മൾട്ടിപ്പിൾസ് ഓഫ് 7 അതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇതെങ്ങനെ കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 3ൻ്റെയും 4ൻ്റെയും എക്സാമ്പിൾ നോക്കിയേ. 3ൻ്റെയും 4ൻ്റെയും എക്സാമ്പിൾ ചെയ്തപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ അറിയാൻ 3n ഇൻ്റർസെക്ഷൻ 4n അറിയാൻ എന്ത് ചെയ്തു? അതിൻ്റെ കോമൺ ആയിട്ടുള്ള 3ൻ്റെയും 4ൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസിൻ്റെ സെറ്റ് എഴുതി. അപ്പോൾ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് തുടങ്ങേണ്ടത്, സെറ്റ് എന്ത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ 3ൻ്റെയും 4ൻ്റെയും LCM എടുക്കുമ്പോഴാണ്. 3ൻ്റെയും 4ൻ്റെയും LCM, അതായത് 3ൻ്റെയും 4ൻ്റെയും സെറ്റ് നമ്മൾ എഴുതി, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതി. 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾ ആയിരുന്നു നമ്മൾ എടുത്തത്. ഇവിടെ ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾ ആരാണ്? 12 ആണ്. അതായത് ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ അല്ലേ? അതെ, 12 കഴിഞ്ഞാൽ 24 ആണ് വരുന്നത്, അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് 3ൻ്റെയും 4ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് 12. അത് വെച്ചിട്ടുള്ള സെറ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. 3ൻ്റെയും 4ൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്തപ്പോൾ കിട്ടിയത്. ഇൻ്റർസെക്ഷൻ എടുത്തപ്പോൾ കിട്ടിയത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടെ നോക്കിയാലോ. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് 3n 7n. 3n 7ൻ്റെ ഇൻ്റർസെക്ഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ റിസൾട്ടൻ്റെ സെറ്റ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കാം? LCM ഓഫ് 3, LCM ഓഫ് ആരുടെയൊക്കെ LCM ആണ്? 3 and 7 കാണുക. LCM ഓഫ് 3 and 7 കാണുക. രണ്ട് നമ്പറിൻ്റെ LCM കാണാൻ എന്ത് ചെയ്യുന്നു? നമ്മളത് പണ്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. രണ്ട് നമ്പറിൻ്റെ LCM കാണാൻ ആ രണ്ട് നമ്പരും അതുപോലെ എടുത്തെഴുതി. ഇതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഏതെങ്കിലും നമ്പർ വെച്ച് പറ്റുമോ നോക്കി. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഉണ്ട്, ഒരാളേ ഉള്ളൂ. അതാരാണ്? 1 ആണ്. 1 വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ വരും? 3ഉം 7ഉം തന്നെ വരും. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് LCM ഓഫ് 3 and 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 into 7 ആണ്. വിച്ച് മീൻസ് 3 into 7 എന്ന് പറഞ്ഞാൽ ആരാണ്? 21 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 3n ഇൻ്റർസെക്ഷൻ 7n എന്ന് പറയുന്നത് 3n ഇൻ്റർസെക്ഷൻ 7 എന്ന് പറയുന്നത് എന്ത് വരും? 21n വരും. അതായത് നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കും? നാച്ചുറൽ നമ്പേഴ്സിനെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സെറ്റായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. കണ്ടോ? അത് തന്നെയല്ലേ ഇവിടെ ആൻസർ കിട്ടിയേക്കുന്നത്. ഇവിടെ ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയൊക്കെ നോക്കേ. 3n എന്ന് പറയുന്നത് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് എഴുതിയിട്ടുണ്ട്. 7n എന്ന് പറഞ്ഞാൽ എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 7ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് മൾട്ടിപ്പിൾസ്, അതായത് പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസേ എടുത്തിട്ടുള്ളൂ. എന്താണ്? പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസേ എടുത്തിട്ടുള്ളൂ. പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് എടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1, 2, 3യുടെ 1, 2, 3, 4 അങ്ങനെ ഓരോ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. ഇനി ഈ പോസിറ്റീവ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ടേം ഇല്ല. ഒന്നെങ്കിൽ മൾട്ടിപ്പിൾസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്നോ കൊടുക്കാം.
ഒന്നെങ്കിൽ മൾട്ടിപ്പിൾസ് എന്നോ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്നോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആരെ കൊണ്ടാണ്? ഇൻറ്റിജർ എന്ന് പറയുന്ന ഇൻറ്റിജറുകളെ കൊണ്ടാണ്. ഇൻറ്റിജറിൻ്റെ സെറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇൻറ്റിജറിൻ്റെ സെറ്റ് നമുക്കറിയാം. ഇൻറ്റിജറിൻ്റെ സെറ്റ് എന്ന് പറയുമ്പം ലെഫ്റ്റ് ഇൻറ്റിജേഴ്സ് കുറേ കാണും. പിന്നെ -3 വരും, -2 വരും, -1 വരും, 0 വരും, 1 വരും, 2 വരും, 3 വരും, എക്സെട്ര അങ്ങനെ പോകും. ഈ സെറ്റിനെ, അതായത് ഇൻറ്റിജറുകളുടെ സെറ്റിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മറ്റൊരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആ സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? -3 വരും, -3a വരും, -2a വരും, -a വരും, 0 വരും, a, 2a, 3a അങ്ങനെ പോകും. ഇതാണ് എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് തരും? n എലമെൻ്റ് ഓഫ് z എന്ന് അവിടെ തന്നിരിക്കും. n എലമെൻ്റ് ഓഫ് z എന്ന് ഇവിടെ തന്നിരിക്കും. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് കൊടുത്തിരിക്കും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യുമ്പോൾ വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാവണം. അത് പല ചോദ്യങ്ങൾ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. തുടക്കക്കാരെന്ന നിലയിൽ ഈ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമല്ലോ. 3n 7n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേഷൻ ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? 3യുടെയും 7ൻ്റെയും LCM കണ്ടെത്തി. LCM എങ്ങനെ കണ്ടു? 3യും 7ഉം ബ്രാക്കറ്റിലാക്കി, 3യും 7ഉം കോമയിട്ട് എഴുതി, ബ്രാക്കറ്റിന് വരെ നമ്മൾ എന്ത് ചെയ്തു? ഈ L ഷേപ്പിൽ ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഉണ്ടോ എന്ന് നോക്കി. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കി. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. 3ക്കും 7നും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല. അതായത് 3നെയും 7നെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകളില്ല. ആരൊഴികെ? 1 ഒഴികെ. അപ്പം 3ഉം 7ഉം അതുപോലെ എടുത്ത് എഴുതി. അപ്പോൾ അതിൻ്റെ LCM കണ്ടുപിടിക്കുന്നത് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല, ഒരുപോലെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ 3 × 7 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. 21 കിട്ടും. അപ്പോൾ 21ൻ്റെ മൾട്ടിപ്പിളാണ് എന്ത് വരുന്നത്? 3n ഇൻ്റർസെക്ഷൻ 7 എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. ഇതുപോലെയുള്ളൊരു ചോദ്യമാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ. നമുക്കിവിടെ തന്നിരിക്കുന്നത് a എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എടുത്താൽ an എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? മൾട്ടിപ്പിൾസ് ഓഫ് a. when the number a is multiplied by the set of natural numbers, the whole set is known as an. അതിനെയാണ് an എന്ന് വിളിക്കുന്നത്. അതുപോലെ ബിയും സിയും ഡിയും 3 നാച്ചുറൽ നമ്പേഴ്സാണ്. 3 നാച്ചുറൽ നമ്പേഴ്സിനകത്ത് bn എന്ന് പറഞ്ഞാൽ ആരാണ്? മൾട്ടിപ്പിൾസ് ഓഫ് ബി. cnോ മൾട്ടിപ്പിൾസ് ഓഫ് സി. dnോ മൾട്ടിപ്പിൾസ് ഓഫ് n. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവരെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? bn ഇൻ്റർസെക്ഷൻ cn എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നുണ്ട്? d എന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഇവർ തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പ്രൂവ് ദാറ്റ് d ഈസ് ദ LCM ഓഫ് b ആൻഡ് c. ബിൻ്റെയും സിൻ്റെയും LCM ആണ് d എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി നമ്മൾ bn എന്ന് പറയുന്ന സെറ്റും cn എന്ന് പറയുന്ന സെറ്റും പ്രത്യേകം എടുത്തെടുത്തു. bn എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് b. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. cn എന്താണ്? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് c. ബിയുടെയും സിയുടെയും മൾട്ടിപ്പിളാണ് bnഉം cnഉം. ഓക്കെ, അതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണുന്നു. അതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? എന്ത് വരും? ഇതിൻ്റെ സെറ്റിൻ്റെ ആൻസർ എന്ത് വരും? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ബോത്ത് b ആൻഡ് c. ബിയുടെയും സിയുടെയും ഒരുപോലെ വരുന്ന പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. ബിൻ്റെയും സിൻ്റെയും ഒരുപോലെ വരുന്ന പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് എന്ത് വരുന്നത്? bn ഇൻ്റർസെക്ഷൻ cnകത്ത് വരുന്നത്. അത് നമുക്കറിയാവേ. അതെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു LCM ഓഫ് b ആൻഡ് c ആണ്. ഇത് നിങ്ങൾ നോക്കിക്കേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു LCM ഓഫ് b ആൻഡ് c ആണ്. LCM ഓഫ് b ആൻഡ് c അതേ ഇൻറ്റു
നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ അല്ല, ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് LCM ഓഫ് ബി ആൻഡ് സി, ബിയുടെയും സിയുടെയും LCM എടുത്ത് അതിനെ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പുതിയൊരു സെറ്റ് കിട്ടുമല്ലോ. ആ സെറ്റായിരിക്കും എന്ത്, BNൻ്റെയും CNൻ്റെയും ഇൻ്റർസെക്ഷനായിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദ്യത്തിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവർ തന്നിരിക്കുന്നു BNൻ്റെയും CNൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആര് കിട്ടുന്നു? DN കിട്ടുന്നു. BNൻ്റെയും CNൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആരെ കിട്ടുന്നു? DN കിട്ടുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം D is the LCM of B and C. D is the LCM of B and C. ബിൻ്റെയും സിൻ്റെയും LCM എന്ന് പറയുന്നത് ആരാണ്? D ആണ്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു രണ്ട് മൾട്ടിപ്പിളുകളുടെ സെറ്റ് തന്നു കഴിഞ്ഞാൽ, രണ്ട് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസിൻ്റെ സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ LCM എടുക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ കിട്ടുന്നു. അതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ കിട്ടുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആരാണ്? ഇവിടെ വരുന്നത് LCM ആണ്. ഈ ചോദ്യത്തിനും ബിൻ്റെയും സിൻ്റെയും LCM ആണ് എന്നിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇൻ്റർസെക്ഷൻ എടുത്താൽ ആരെ കിട്ടും? D × N കിട്ടും. അതായത് എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന D ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ഈ D തന്നെയാണ് LCM ഓഫ് BC എന്ന് നമുക്ക് എടുത്തെഴുതാം. ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ മനസ്സിലായേ? ഇത് വെച്ചിട്ടൊരു ഐഡിയ മനസ്സിലായേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം 3 കേസുകളായിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചാൽ വളരെ ഉപകാരപ്പെടും. ശ്രദ്ധിച്ചിരിക്കുക. 2 നമ്പറുകൾ എടുക്കുന്നു, എയും ബിയും. എ എന്നും ബി എന്നും പറയുന്ന 2 നമ്പറുകളുടെ LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ എന്താണ്? ഈ രണ്ട് നമ്പറുകളുടെയും മൾട്ടിപ്പിൾസ് എഴുതുന്നു. എയുടെ മൾട്ടിപ്പിൾസ് എഴുതുന്നു, ബിയുടെ മൾട്ടിപ്പിൾസ് എഴുതുന്നു. ഇതിനകത്ത് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ആദ്യം വരുന്ന ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ LCM എന്ന് പറയുന്നത്. മലയാളത്തിൽ ലസാഗു എന്നൊക്കെ പറയും. LCM, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി GCD, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ടേമാണ് GCD ഓഫ് AB അല്ലെങ്കിൽ HCF ഓഫ് AB. രണ്ടും ഒന്ന് തന്നെയാണ്. GCD HCF ഒന്ന് തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നാണ് GCDക്ക് പറയുന്നത്. HCFന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടറുകൾ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെയും ബിൻ്റെയും ഫാക്ടറുകൾ എഴുതുന്നു. ഈ ഫാക്ടറുകളിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ, കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സും കാണുമല്ലോ, അതിലേറ്റവും വലുതെടുക്കുക. അതാണ് HCF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GCD എന്ന് പറയുന്നത്. ഇതാണ് LCMഉം GCDയുടെയും ഒരു ഐഡിയ എന്ന് പറയുന്നത്. LCM എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ. ആ വാക്കിൽ തന്നെയുണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 നമ്പറിൻ്റെ LCMനെ ഇവിടെ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ആ 2 നമ്പറുകളുടെ മൾട്ടിപ്പിൾസിൻ്റെ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനുമായിട്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, 2 നമ്പറുകളുടെ GCD 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ LCM എന്ന് പറയുന്നത് ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. GCD എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണെന്ന്, LCM ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണെന്ന്. എൻ്റെയും ബിൻ്റെയും GCD 1 ആണെന്നുണ്ടെങ്കിൽ എൻ്റെയും ബിൻ്റെയും LCM എന്ത് വരും? A × B എന്ന് വരും. ഇത് വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ? എങ്ങനെയാണെന്ന് വരുന്നത്? നമുക്ക് നേരത്തെ എടുത്ത ചോദ്യത്തിലോട്ട് തന്നെ പോവാം. ആദ്യം ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്ത ചോദ്യം. അതായത് LCMനെയും ഇൻ്റർസെക്ഷനെയും റിലേറ്റ് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് ആദ്യം ചെയ്ത ഈ ചോദ്യം. ഈ ചോദ്യത്തിലോട്ടൊന്ന് നോക്കിയേ. ഈ ചോദ്യത്തിൽ 3ൻ്റെയും 4ൻ്റെയും LCM കാണാനായിരുന്നു പറഞ്ഞത്. 3ൻ്റെയും 4ൻ്റെയും LCM കാണാൻ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? 3, 4 എന്ന് എഴുതി ഒരു ബോക്സ് വരച്ചു.
കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസോ കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സോ ഫാക്ടേഴ്സോ ഉണ്ടോ എന്ന് നോക്കുക. കോമൺ ആയിട്ട് ആരുമില്ല. മൂന്നിൻ്റെ എലമെൻറ്റ്സ് വേറെ, 3ൻ്റെ ഫാക്ടേഴ്സ് വേറെ, 4ൻ്റെ ഫാക്ടേഴ്സ് വേറെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 3 × 4 ആയിരുന്നു. 3 × 4 ആയിരുന്നു. ആര് വരും? 12 വരും. 12 അല്ലേ നമുക്ക് കിട്ടിയേ? ആണ്, 12 നമുക്ക് കിട്ടിയത്. ഇവിടെ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 3 × 4 LCM ആയിരുന്നു എടുത്തത്. കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, അതായത് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 3, 4നെ നമുക്ക് എന്തെഴുതാം? 1 എന്ന് എഴുതാം. 3, 4ൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ LCM എന്ന് പറയുന്നത് 3 × 4 12 എന്ന് എഴുതാൻ പറ്റിയത്. ഇത് തന്നെയല്ലേ ഞാൻ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ഒന്ന് നോക്കിയേ. 3ൻ്റെയും 4ൻ്റെയും കോമൺ ആയിട്ട് ഡിവൈസേഴ്സ് ആരെങ്കിലും ഉണ്ടോ? 1 ഒഴികെ ഇല്ല. 1 ഒഴികെ ആരുമില്ല. 1 ഒഴികെ ആരും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ GCD എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 3, 7 എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് 3 × 7 എടുക്കുമ്പോൾ 21 കിട്ടി. ഈ 21 എന്ന് പറയുന്നത് ആരായത്? LCM ആയത്. മനസ്സിലായോ? 21 LCM ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏതെങ്കിലും രണ്ട് ഇപ്പം നമ്മൾ നിലവിൽ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കളികൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും 2 പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുക. ആ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ണു അടച്ച് നമുക്ക് അതിൻ്റെ LCM ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എങ്ങനെ എഴുതാം? A × B എന്ന് എഴുതാം. ആ 2 നമ്പരും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെയാണ്. ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഈ ചോദ്യം 3 രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ LCMനെയും ഇൻ്റർസെക്ഷനെയും റിലേറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം 3 രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താണ് ഫസ്റ്റ് കേസ്? AN BN രണ്ട് എൻ്റെയും മൾട്ടിപ്പിൾസ് തന്നിട്ടുണ്ട്, ബിൻ്റെയും മൾട്ടിപ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് 2 സെറ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് AN ഇൻ്റർസെക്ഷൻ BN ആണ്. AN എന്ന സെറ്റിൻ്റെയും BN എന്ന് പറയുന്ന സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷനാണ്. AN നിങ്ങൾക്ക് അറിയാം എയുടെ മൾട്ടിപ്പിൾസ് ആണ്. BN നിങ്ങൾക്ക് അറിയാം ബിയുടെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ദെൻ ANൻ്റെയും BNൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? LCM ഓഫ് AB × N ആണ്. അതായത് LCM ഓഫ് AB കാണുക, എൻ്റെയും ബിൻ്റെയും LCM കാണുക, അതിനെ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് കിട്ടുക? ANൻ്റെയും BNൻ്റെയും എന്ത് കിട്ടുകയാണ്? ഇൻ്റർസെക്ഷൻ കിട്ടുവാണ്. ഇത്ര മനസ്സിലായെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ കേസ് നോക്കിയേ. ANും BNും 2 സെറ്റാണ്. ANൻ്റെയും BNൻ്റെയും ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ നമുക്ക് AB × N എന്ന് കിട്ടും. AB × N എന്ന് കിട്ടും. അതായത് LCM വന്നെടുത്ത് LCM AB ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഞാൻ പറഞ്ഞിരുന്നു, ആ 2 നമ്പറിൻ്റെയും GCD 1 ആയിരിക്കണം. അതായത് ANൻ്റെയും BNൻ്റെയും 2നും കൂടെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും തന്നെ കാണാൻ പാടില്ല. ഒന്നൊഴികെ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും തന്നെ കാണാൻ പാടില്ല. GCD ഓഫ് AB എന്ന് പറയുന്ന ആരായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെ ഒരു കേസിൽ LCM ഓഫ് AB, എൻ്റെയും ബിൻ്റെയും LCM എങ്ങനെ എടുക്കാം? A × B എന്നെടുക്കാം, AB എന്നെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ എയുടെ മൾട്ടിപ്പിൾസിൻ്റെയും ബിയുടെ മൾട്ടിപ്പിൾസിൻ്റെയും ഇൻ്റർസെക്ഷൻ AB × N എന്ന് വന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതുവരെ പറയാത്തൊരു കേസാണ് മൂന്നാമത്തെ കേസ്. ANൻ്റെയും BNൻ്റെയും ഇൻ്റർസെക്ഷൻ B × N ആവും. ചില കേസുകളിൽ B × N ആവും. എങ്ങനെ ആവുന്നെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്ന സെറ്റുകൾ 2 എന്ന് പറയുന്നത് എയുടെ മൾട്ടിപ്പിൾസും ബിയുടെ മൾട്ടിപ്പിൾസും ആണ്. ഓക്കെ, ഈ കേസിൽ B = KA എന്ന് എഴുതാൻ പറ്റിയാൽ B = KA, അതായത് നിങ്ങൾ നോക്കിയേ, A എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറാണ്. ഈ പോസിറ്റീവ് നമ്പറിനെ വേറെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് B കിട്ടുന്നതെങ്കിൽ, അതായത് B എന്ന് പറയുന്നത് Aൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ANൻ്റെയും BNൻ്റെയും ഇൻ്റർസെക്ഷൻ BN ആണെന്ന് പറയാൻ പറ്റും.
ബി എൻ ആണെന്ന് പറയാൻ പറ്റും. ഓർ മറ്റേത് കേസാണ് വരുന്നത്? മറ്റേത് കേസാണ്? സെയിം സാധനം തന്നെ. ജി സി ഡി എ ബി, എൻ്റെയും ബിൻ്റെയും ജി സി ഡി എന്ത് വന്നാൽ എ വന്നാൽ എൻ്റെയും ബിൻ്റെയും ജി സി ഡി ആര് വരണം? എ വരണം. എ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൽ സി എം, എൻ്റെയും ബിൻ്റെ എൽ സി എം ആരാവും? എൻ്റെയും ബിൻ്റെ എൽ സി എം ആരാവും? ബി ആവും. എൻ്റെയും ബിൻ്റെ എൽ സി എം ബി ആയതുകൊണ്ട് നമുക്കറിയാം എൽ സി എം ഓഫ് എ ബി ഇൻറ്റു എൻ ആണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ. എൽ സി എം ഓഫ് എ ബി ഇൻറ്റു എൻ ആണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ. ഇവിടെ ഒന്നുകൂടെ എഴുതിത്തരാം. എൽ സി എം ഓഫ് എ ബി ഇൻറ്റു എൻ ആണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ. ആ എൽ സി എം ഓഫ് എ ബിക്ക് പകരം ആരെ കൊടുത്തു? ബി കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? ബി എൻ ആയി. ഇത് നമുക്ക് ഇത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കിയാലോ? നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് 2n എന്ന് പറയുന്ന സെറ്റാണ്. ഫസ്റ്റ് സെറ്റ് 2n. അതിൽ എലമെൻറ്റ്സ് നമുക്കറിയാം 2, 4, 6, 8, 10 അങ്ങനെ പോകും. രണ്ടാമത് തന്നിരിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് 6n ആണ്. 6n ആണ് രണ്ടാമത് തന്നിരിക്കുന്ന സെറ്റ്. ആ സെറ്റിൽ എലമെൻ്റ് എന്ന് പറയുന്നത് 6, 12, 18, 24 അങ്ങനെ പോകും. ഓക്കെ ആണോ? ഓക്കെയാണ്. നമുക്ക് എന്ത് കാണണം? 2n ഇൻ്റർസെക്ഷൻ 6n കാണണം. 2n ഇൻ്റർസെക്ഷൻ 6n കാണണം. 2nൻ്റെയും 6nൻ്റെയും ഇൻ്റർസെക്ഷൻ കാണണം. ഇൻ്റർസെക്ഷൻ കാണാൻ എന്തോ ഇന്ന് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചത് എൽ സി എം ഓഫ് 2, 6 കാണുക, അതേ ഇൻറ്റു n ആയിരിക്കും. എൽ സി എം ഓഫ് 2, 6 കാണുക, അതേ ഇൻറ്റു n ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ എൽ സി എം ഓഫ് 2, 6 എങ്ങനെ കാണും? ഞാനിപ്പോൾ പറഞ്ഞു തന്നു. എൽ സി എം ഓഫ് 2, 6 കാണാൻ 2, 6 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. 6 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. എങ്ങനെ മൾട്ടിപ്പിൾ ആവും? 2 ഇൻറ്റു 3 ആണ് 6, 4 ഇൻറ്റു 3 ആണ് 12, 6 ഇൻറ്റു 3 ആണ് 18, 8 ഇൻറ്റു 3 ആണ് 24, 10 ഇൻറ്റു 3 ആണ് 30. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യത്തെ സെറ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ സെറ്റ് കിട്ടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. നമ്മൾ നേരത്തെ എടുത്ത കേസ് എൽ സി എം ഓഫ് എ ബി കാണാൻ പറഞ്ഞപ്പം ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെ. അതായത് കെ എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ച് എനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരെ കിട്ടും? ബി കിട്ടും. എങ്കിൽ എൽ സി എം ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? ബി ആണ്. വലിയ നമ്പറാണ്, ബി ആണ്. ഇവിടെ എൽ സി എം ഓഫ് 2, 6 എന്ന് പറയുമ്പോൾ അപ്പോൾ ആര് വരും? ഇതിനകത്ത് വലിയ നമ്പർ ആരാ? 6 ആണ്. അപ്പോൾ 6n ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇൻ്റർസെക്ഷൻ്റെ ലോസിലേക്കാണ്. നമ്മൾ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ചില ലോസ് പഠിച്ചു. അതുപോലെ തന്നെ ഇൻ്റർസെക്ഷനും കുറച്ച് ലോസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? 3 സെറ്റ് എടുക്കുന്നു എ ബി സി. 3 സെറ്റ് എടുക്കുന്നു എ ബി സി. അപ്പോൾ ഈ എയും ബിയും സിയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോസ് ഓഫ് ഇൻ്റർസെക്ഷൻ പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ സെറ്റ് എടുക്കുന്ന എ ഇൻ്റർസെക്ഷൻ 5 എന്ന് പറയുന്നത്. എ ഇൻ്റർസെക്ഷൻ 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൾ സെറ്റാണ്. അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ല. എ എന്ന് പറയുന്ന മറ്റേതോ ഒരു സെറ്റ്, എലമെൻറ്റ്സ് ഉള്ളതാവാം ഇല്ലാത്തതാവാം. അങ്ങനെയെങ്കിൽ അവർ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്ത് വരും? 5 വരും. ഇതാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി ലോ. എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ 5 എന്ന് പറയുന്ന ആര് വരും? 5 വരും. രണ്ടാമത്തെ ലോ നോക്കിക്കേ. യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സെറ്റാണ്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റാണ്. അല്ലെങ്കിൽ എല്ലാ സെറ്റുകളും യൂണിവേഴ്സൽ സെറ്റിൻ്റെ എന്താണെന്ന് പറയാം? സബ്സെറ്റ് ആണെന്ന് പറയാം. അതായത് യൂണിവേഴ്സൽ സെറ്റിനകത്ത് ആരുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. അങ്ങനെ ഒരു സെറ്റും എ എന്ന് പറയുന്ന ഒരു സെറ്റും യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറയുന്ന സെറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ കാണണം. ഇവരുടെ കോമൺ എലമെൻറ്റ്സ് കാണണം. ഇവരുടെ കോമൺ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഏത് സെറ്റ് തന്നെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അതാണ് അവിടുത്തെ യൂണിവേഴ്സൽ ലോ. എന്ത് ലോ? യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ലോ നോക്കിക്കേ. എ എന്ന് പറയുന്ന സെറ്റുണ്ട്,
ഇവർ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ കാണണം. അതായത് എ ഇൻ്റർസെക്ഷൻ എയിനെ എയുമായിട്ട് തന്നെ ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ എന്ത് കിട്ടും? എ കിട്ടും. ശരിയല്ലേ? എയിലുള്ള അതേ എലമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ രണ്ടാമത് എടുക്കുന്ന എയിലും ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വരുന്ന സെറ്റാണ്. ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതേ സെറ്റ് തന്നെയല്ലേ? ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലോ എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ആണെന്നുണ്ടെങ്കിൽ ആ ലോയിനെയാണ് ഐഡം പൊട്ടൻ്റ് ലോ എന്ന് വിളിക്കുന്നത്. എന്ത് ലോ? ഐഡം പൊട്ടൻ്റ് ലോ എന്ന് വിളിക്കുന്നത്. ഐഡം പൊട്ടൻ്റ് ലോ എന്ന് വിളിക്കുന്നത്. അടുത്ത ലോയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എന്ത് ലോ? കമ്മ്യൂട്ടേറ്റീവ് ലോ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇൻ്റർസെക്ഷൻ എ ആണ്. സെയിം ആസ് എന്തുപോലെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തെടുത്തു? ബി യൂണിയൻ എ എന്നെടുത്തിരുന്നു. ശരിയല്ലേ? കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. 2+3 എന്ന് പറയുന്നത് 3+2 എന്ന് എഴുതാം. 2 × 3 എന്ന് പറയുന്നത് 3 × 2 എന്ന് എഴുതാം. കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ലോസിനെയാണ് എന്ത് വിളിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് വിളിക്കുന്നത്. അതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം. ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ ആണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റീവ് ലോ നോക്കിയാലോ? അസോസിയേറ്റീവ് ലോ എങ്ങനെയാണ് വരുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കാണണം. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കാണണം. ഒരു ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. 3 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ കാണണം. എങ്ങനെ കാണാം? 2 തരത്തിൽ കാണാം. എങ്ങനെ കാണാം? എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കണ്ടിട്ട് ബ്രാക്കറ്റിലുള്ള ആളെ ആദ്യം കാണണം, ഫസ്റ്റ് കാണണം. എ ഇൻ്റർസെക്ഷൻ ബി ഫസ്റ്റ് കണ്ടിട്ട് രണ്ടാമത് സിയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുക്കണം. എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കണ്ടിട്ട് രണ്ടാമത് സിയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ബി ഇൻ്റർസെക്ഷൻ സി ആദ്യം കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്യണം? അതിനെ എയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുക്കണം. ബി ഇൻ്റർസെക്ഷൻ സി ആദ്യം കണ്ടിട്ട് എയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? പൊതുവേ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 3 സെറ്റുകളുടെ അസോസിയേഷനാണ്. ആ 3 സെറ്റുകളുടെ അസോസിയേഷനകത്ത് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ലോ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി കണ്ടിട്ട് പിന്നെ സി കണ്ടാലും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കണ്ടാലും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് ലോ. ഇനി നമ്മൾ യൂണിയനും ഇൻ്റർസെക്ഷനും 2 സെറ്റ് ഓപ്പറേഷനാണ്. ഇവരെ പറ്റി പഠിച്ച സ്ഥിതിക്ക് ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലോ പഠിക്കാം. രണ്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലോസ് ഉണ്ട്. ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡി മോർഗൻസ് ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ലോസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് നോക്കിയേ, എ ബി സി 3 സെറ്റ്സാണ്. എ ബി സി 3 സെറ്റ്സാണ്. ഇതിനകത്ത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി കാണണം. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി കാണുന്നതിന് ആദ്യം എന്ത് ചെയ്യണം? എ ഇൻ്റർസെക്ഷൻ ബി കാണണം. എന്ത് കാണണം? എ ഇൻ്റർസെക്ഷൻ ബി കാണണം. എ ഇൻ്റർസെക്ഷൻ ബി കാണണം. പിന്നെന്ത് ചെയ്യണം? എ ഇൻ്റർസെക്ഷൻ സി കാണണം. എന്ത് ചെയ്യണം? എ ഇൻ്റർസെക്ഷൻ സി കാണണം. അതിനെ എന്ത് ഓപ്പറേറ്റ് ചെയ്യണം? എന്ത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം? യൂണിയൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായോ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം എന്ത് ചെയ്യണം? എനെ ബിയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു സെറ്റ് കിട്ടുമല്ലോ? കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? എനെ സിയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അതും പുതിയൊരു സെറ്റ് കിട്ടുമല്ലോ? കിട്ടും. എന്നിട്ട് എ ഇൻ്റർസെക്ഷൻ ബിൻ്റെയും എ ഇൻ്റർസെക്ഷൻ സിൻ്റെയും യൂണിയൻ കണ്ടുപിടിക്കുമ്പോൾ എന്താവും? നമ്മുടെ ആൻസർ ആവും. ഓക്കെ ആണോ? ഇതിനെയാണ് ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യൂണിയൻ എന്ന് പറയുന്നത്. അതൊന്നും ഓർത്തിരിക്കേണ്ട. ഇതെന്താണ് സംഭവം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പിടികിട്ടിയാൽ മതി. സെയിം തന്നെയാണ് ആദ്യ യൂണിയനും പിന്നെ രണ്ടാമത് ഇൻ്റർസെക്ഷൻ വരുമ്പോഴും. ആദ്യ യൂണിയൻ വരുമ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് വരും. ബി ഇൻ്റർസെക്ഷൻ സി ആണ് ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ യൂണിയൻ ബി കാണുക, രണ്ടാമത് എ യൂണിയൻ സി കാണുക, പിന്നീട് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെയും എ യൂണിയൻ സി എന്ന് പറയുന്ന സെറ്റിൻ്റെയും എന്ത് കാണണം? ഇൻ്റർസെക്ഷൻ കാണണം. ഓക്കെ ആണോ? ഇതൊന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ വരത്തുള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ആദ്യം ഇൻ്റർസെക്ഷൻ കണ്ടു, പിന്നെ യൂണിയൻ കണ്ടു.
എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇവിടെ എന്ത് ചെയ്തു? ആദ്യം യൂണിയൻ കണ്ടു, എ യൂണിയൻ ബി, എ യൂണിയൻ സി. പിന്നെ എന്ത് ചെയ്തു? ഇൻ്റർസെക്ഷൻ എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഏത് ഓപ്പറേഷനാണോ കിടക്കുന്നതെന്ന് നോക്കുക, അയാളെ അവസാനമേ ചെയ്യാവൂ. ബ്രാക്കറ്റിന് വെളിയിലുള്ള ഓപ്പറേഷൻ ഏതാണെന്ന് നോക്കുക, അവരെ ആദ്യം ചെയ്യണം. ഓക്കെ ആണോ? ഇതാണ് അതിനകത്ത് പറഞ്ഞു തരാൻ പറ്റുന്നൊരു, ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം. ഈ എ യൂണിയൻ ബിനെയും എ ഇൻ്റർസെക്ഷൻ ബിനെയും സബ്സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു കാര്യം. ഞാനിവിടെ എടുക്കുന്നു എ സബ്സെറ്റ് ഓഫ് ബി എന്നെടുക്കുന്നു. എ സബ്സെറ്റ് ഓഫ് ബി എന്നെടുക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്നെടുക്കുന്നു. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻസും ഇവിടെ വരും, ബിയിൽ വരും. എയിലുള്ള എല്ലാ എലമെൻസും ഇവിടെ വരും, ബിയിൽ വരും. ഓക്കെ ആണോ? അതായത് ബി എന്ന് പറയുന്ന സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി ആവും. അതെങ്ങനെയാടാ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി ആവുന്നേ? ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഈ വെൻ ഡയഗ്രത്തിലോട്ടൊന്ന് നോക്കിക്കേ. വെൻ ഡയഗ്രം നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എടുത്തു, യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. ആ യൂണിവേഴ്സൽ സെറ്റിനകത്ത് നമ്മുടെ സബ്സെറ്റുകൾ വരച്ചു. എ എന്ന് പറയുന്ന സെറ്റ് വരച്ചു. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിനകത്താണ് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ബി ആ വരച്ചതെന്ന് നിങ്ങൾ വിചാരിച്ചോ, അങ്ങനെയെങ്കിൽ എ എവിടെ വരും? എവിടെ വരണം? എ ബിക്കകത്ത് വരണം. ബിക്ക് ഉള്ളിൽ എ വരണം. ബിക്കുള്ളിൽ എ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമോ? ഇങ്ങനെ വരും. ശരിയാണോ? ഇവിടെ നോക്കിക്കേ, ഇതാണ് എ. ഇതിന് പുറമേ വരച്ചിരിക്കുന്ന സർക്കിളാണ് ബി. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ അല്ലേ? എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അതായത് ബിക്കകത്ത് എ വരുന്നുണ്ട്. എയിലെ എല്ലാ എലമെൻസും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ എലമെൻസും വരും, ബിയിലെയും എല്ലാ എലമെൻസും വരും. എയിലെ എല്ലാ എലമെൻസും വരും, ബിയിലെ എല്ലാ എലമെൻസും വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ബി മൊത്തത്തിൽ എടുക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി വന്നത്. So here we have to know that if we know a subset of B, then we can say that A union B is equal to B. A union B ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് പറയാം A സബ്സെറ്റ് ഓഫ് B ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഡബിൾ ഇംപ്ലിക്കേഷനാണ്. എ യൂണിയൻ ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ ആണോ? അതുപോലെ എന്തും പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എന്തും പറയാം, എ ഇൻ്റർസെക്ഷൻ ബി എ ആയിരിക്കും. നിങ്ങൾ ഈ സെറ്റ് നോക്കിക്കേ. ഞാനിവിടെ ബി എന്ന് പറയുന്ന സെറ്റ് എടുത്തു, പോട്ട് എ എന്ന് പറയുന്ന സെറ്റ് വരച്ചു. ചെറിയ സെറ്റ് എ. അപ്പോൾ എ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ആര് വരണം? ബി വരണം. എ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ബി വരണം. എ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഞാൻ ബി വരയ്ക്കുവാണ്. ഓക്കെ. അപ്പം ബിയുടെ ഉള്ളിലാണ് എ വരുന്നത്. ഇതാണ് എ, ഇതാണ് ബി. ബിയുടെ ഉള്ളിൽ എ വന്നു. ഇതാണ് നമ്മുടെ വെൻ ഡയഗ്രാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വരുന്ന സെറ്റ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ സെറ്റാണ്. നിങ്ങൾ നോക്കി ഈ പടം നോക്കുമ്പം
ബിക്കകത്താണ് എ വരുന്നത്. ബിക്കകത്താണ് എ വരുന്നത്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? എ തന്നെയാണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പം ആര് തന്നെയാണ്? എ തന്നെയാണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആര് വരും? എ തന്നെ വരും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ആര് വരും? എ തന്നെ വരും. സോ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി. അല്ലെങ്കിൽ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. സെയിം തന്നെ നമുക്ക് എന്ത് പറയാം? എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ഇംപ്ലിക്കേഷൻ എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ ഓഫ് സെറ്റ്സിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ഓപ്പറേഷൻ ആയിരുന്നു യൂണിയനും ഇൻ്റർസെക്ഷനും. ആ യൂണിയനെയും ഇൻ്റർസെക്ഷനെയും സബ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മുടെ ഓപ്പറേഷൻസ് യൂണിയനെയും ഇൻ്റർസെക്ഷനെയും ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? സബ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ബി ആണെന്നും എ ഇൻ്റർസെക്ഷൻ ബി എ ആണെന്നും മനസ്സിലാക്കണം. ഇതെങ്ങനെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചാൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ സെറ്റ് ഏതാണ്? എ ആണ്. എ അല്ലേ ചെറിയ സെറ്റ്? എക്കകത്തെ കുറച്ച് എലമെൻറ്റ്സ് ഉള്ളൂ. അത്രയും എലമെൻറ്റ്സ് അവിടെ വരുന്നുണ്ട്, ബിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ബി ആണ് വലിയ സെറ്റ്. എ യൂണിയൻ ബി ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സെറ്റ് എടുത്ത് എഴുതുക, ബി എഴുതുക. എ ഇൻ്റർസെക്ഷൻ ബി ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ സെറ്റ്, സബ്സെറ്റിനകത്ത് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, നമ്മുടെ സബ്സെറ്റ് എഴുതി വെക്കുക, ചെറിയ സെറ്റ് എഴുതി വെക്കുക, എ എഴുതി വെക്കുക. മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ പുതിയൊരു ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 4, 5, 7, 8, 10. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് എലമെൻറ്റ്സ് 4, 5, 9. സി എന്ന് പറയുന്ന സെറ്റ് 1, 4, 6, 9. നമുക്ക് എന്ത് വേരിഫൈ ചെയ്യണം? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണെന്ന് ആദ്യം വേരിഫൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് നോക്കുമ്പോൾ 4 ഇതിലെ കോമൺ എലമെൻ്റ് ആണ്. 5 കോമൺ എലമെൻ്റ് ആണ്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? പിന്നില്ല. അപ്പോൾ ഇവിടുത്തെ കോമൺ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 4ഉം 5ഉം ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി. ഇനി ഇതിനെ ആരുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ കാണണം? സിയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ കാണണം. അതായത് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടിയ സ്ഥിതിക്ക് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കാണണം. നോക്കിക്കേ, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കാണുമ്പോൾ 4ഉം 5ഉം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ട്. 4ഉം 5ഉം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ 4? ഇതിൽ 4 ഉണ്ട്. 5 ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇതിലെ കോമൺ എലമെൻറ്റ്സ് ഏത് മാത്രമേ ഉള്ളൂ? ഈ സെറ്റ് നോക്കുമ്പം 4 മാത്രമേ ഉള്ളൂ. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് സെറ്റ് 4 എന്ന് കിട്ടി. നമുക്ക് വേരിഫൈ ചെയ്യേണ്ട ഒരു പാർട്ട്, അതായത് ഈ ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടി? 4, സെറ്റ് 4 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി റൈറ്റ് സൈഡ് നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ബിയിലും സിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? 4, 5, 9. ഇവിടെ 4 ഉണ്ട്, 5 ഇല്ല, 9ഉം ഉണ്ട്. അപ്പം ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്ത് കിട്ടും? സെറ്റ് 4, 9 എന്ന് കിട്ടും. എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 4ഉം 9ഉം. ഇനി ഇതിനെ എന്തുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ കാണണം? ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ എ എന്നാണ്, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നാണ്. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. 4, 5, 7, 8, 9. 4, 9 ഇവിടെ ഉണ്ടോ? 4, 9 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലെ കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബി ഇൻ്റർസെക്ഷൻ സിയിലെയും എയിലെയും 4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കാണുമ്പോൾ, അതായത് ബി ഇൻ്റർസെക്ഷൻ എയിലെയും എന്ന സെറ്റിലെയും എയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നോക്കിയപ്പോൾ ആരെ കണ്ടു? 4 മാത്രമേ കണ്ടോളൂ, സെറ്റ് 4. അങ്ങനെയെങ്കിൽ ഈക്വൽ സൈൻ ശരിയാണ്. ഈക്വൽ സൈൻ അവിടെ വരേണ്ടതാണ്. ഇവിടെ രണ്ടിടത്ത് നമുക്ക് സെറ്റ് 4 കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ഇത് ട്രൂ ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ.
അടുത്ത 2 ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത 2 ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് സെറ്റുകളുണ്ട്, എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ഇത് എന്ത് ലോ ആണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. യൂണിയനെയും ഇൻ്റർസെക്ഷനെയും കണക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് നമ്മൾ പഠിച്ചത്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് ആദ്യം എന്ത് ചെയ്യണം? എ യൂണിയൻ ബി കാണണം, പിന്നീട് എ യൂണിയൻ സി കാണണം, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ ഈ പ്രോബ്ലം ഓക്കെയാണ്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. ബ്രാക്കറ്റിനകത്ത് വരുന്നത് യൂണിയനാണ്. അപ്പോൾ യൂണിയൻ രണ്ടാമതേ ചെയ്യാവൂ. പുറമേ കിടക്കുന്ന ആരാണ്? ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ സി ആദ്യം കാണുക, പിന്നീട് ഈ 2 സെറ്റിൻ്റെ യൂണിയൻ എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലവും ഓക്കെ ആയി. അപ്പോൾ ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഈ പ്രോബ്ലത്തിലൊരു പ്രത്യേകതയുണ്ട്. എയും ബിയും സിയും തന്നിരിക്കുന്നത് എന്ത് ഫോമിലാണ്? സെറ്റ് ബിൽഡർ ഫോമിലാണ്. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കി ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അതിനെ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. അങ്ങനെയെങ്കിൽ എയുടെ റോസ്റ്റർ ഫോം ഒന്ന് പറഞ്ഞേ. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ, എക്സ് നാച്ചുറൽ നമ്പറിലെ എലമെൻ്റ് ആണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്നാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സ് 7ന് താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പറാണ്. 1 2 3 4 5 6 7 എന്ന് വരും. ഓക്കെ ആണോ? ബി എന്ന സെറ്റ് തന്നിരിക്കുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? എക്സ് ഈസ് എ പ്രൈം നമ്പർ എക്സ് ലെസ് ദാൻ 8. അതായത് 8ന് താഴോട്ട് വരുന്ന, 8ന് താഴെയുള്ള ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറുകളുടെ സെറ്റാണ് ബി. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്, പിന്നെ 3 വരുന്നു, പിന്നെ 5 വരുന്നു, 7 പ്രൈം ആണ്. 8 പ്രൈം ആണോ? അല്ല, 8ന് താഴെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് നമ്മുടെ പ്രൈം നമ്പറുകളുടെ സെറ്റ് ബി. ഓക്കെ ആണോ? ഇനി സി എന്താണ് തന്നിരിക്കുന്നത്? സി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് നോക്കേ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഈസ് ഓഡ്. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, ഓഡ് നമ്പറാണ്, എക്സ് ലെസ് ദാൻ 10 ആണ്. 10ന് താഴെയുള്ള ഓഡ് നമ്പേഴ്സ് 1 3 5 7 9. എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അത് 10ന് താഴെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും എന്ത് ഫോം കിട്ടി? റോസ്റ്റർ ഫോം കിട്ടിയല്ലേ? റോസ്റ്റർ ഫോം. ഞാൻ ഈ ടേമുകളൊക്കെ കൂടെ പ്രസ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കത് മനസ്സുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് റോസ്റ്റർ ഫോമാണ്. നമുക്ക് തന്നിരുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. ഓക്കെ ആണോ? ഇനി നമുക്കിത് തന്നിരിക്കുന്നത് ചെയ്ത് നോക്കിയാലോ? ഇതെന്താണ് ചെയ്യേണ്ടത്? ഇത് വെരിഫൈ ചെയ്യാനാണ്. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ബി ഇൻ്റർസെക്ഷൻ സി കാണാം. കാരണം ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യമേ കാണുന്നത്. അത് ഈ സെറ്റുകളുടെ ഒരു പൊതുരൂപമായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ബ്രാക്കറ്റിലുള്ള ആദ്യം കാണാൻ ശ്രമിക്കുക. ബി ഇൻ്റർസെക്ഷൻ സി കാണണം. അപ്പം ഞാൻ ആദ്യത്തെ പ്രോബ്ലം ചെയ്യുന്നതിന് ബി ഇൻ്റർസെക്ഷൻ സി എഴുതി വെക്കുകയാണ്. ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി നോക്കുമ്പോൾ ബിയിലും സിയിലും കോമൺ ആയിട്ട് 1 ഉണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഉണ്ട്. 5 ഉണ്ടോ? ഉണ്ട്. 7 ഉണ്ട്. 3 എലമെൻറ്റ്സ് 3 5 7 ബി ഇൻ്റർസെക്ഷൻ സി എന്ന് കിട്ടി. ഇനി എ അറിയാമല്ലോ. എ എന്ന് പറയുന്ന സെറ്റ് ഇയാളല്ലേ? ആണ്. എയിലും ബി ഇൻ്റർസെക്ഷൻ സിയിലും, ബി ഇൻ്റർസെക്ഷൻ സി അല്ല, ബി യൂണിയൻ സി ആണ്. അല്ലല്ലോ? അല്ല, ഫസ്റ്റ് പ്രോബ്ലം ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലത്തിലോട്ട് കണ്ണ് പോവല്ലേ? എൻ്റെ കണ്ണ് പോയ കണക്ക് നിങ്ങളുടെ കണ്ണ് പോവല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ഇൻ്റർസെക്ഷൻ സി കണ്ടു. യൂണിയൻ എ. അപ്പോൾ ഇതും ബി ഇൻ്റർസെക്ഷൻ സിയിലെ എല്ലാ എലമെൻറ്റും എയിലെ എല്ലാ എലമെൻറ്റും കൂടെ ചേർത്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി യൂണിയൻ എ, അല്ലെങ്കിൽ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. എങ്ങനെ എഴുതാം?
അതിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് വരണം? 1 2 3 4 5 6 7. ഈ 3ഉം 5ഉം 7ഉം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ബി ഇൻ്റർസെക്ഷൻ സി ആണ് ഈ തന്നിരിക്കുന്നത്. ബി ഇൻ്റർസെക്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. ഇതിലെ എലമെൻറ്റ്സ് 3ഉം 5ഉം 7ഉം ആണ്. ഈ സെറ്റിലെ എലമെൻറ്റ്സ് എവിടെയുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. ബി ഇൻ്റർസെക്ഷൻ സിയിലെ എലമെൻറ്റ്സ് എയിലുണ്ട്. അതിൻ്റെ അർത്ഥം ബി ഇൻ്റർസെക്ഷൻ സി സബ്സെറ്റ് ഓഫ് എ എന്നല്ലേ? ബി ഇൻ്റർസെക്ഷൻ സി സബ്സെറ്റ് ഓഫ് എ എന്നല്ലേ? ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്ന ഏത് സെറ്റ് വരും? വലിയ സെറ്റ് ബി വരും. ശരിയാണോ? അതുപോലെ ബി ഇൻ്റർസെക്ഷൻ സി സബ്സെറ്റ് ഓഫ് എ ആയതുകൊണ്ട്, ബി ഇൻ്റർസെക്ഷൻ സി സബ്സെറ്റ് ഓഫ് എ ആയതുകൊണ്ട് എ ആണ് ഇവിടെ വലിയ സെറ്റ്. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ബി ഇൻ്റർസെക്ഷൻ സിയെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് പറയാം. ഈ എ ആണ് ഇവിടുത്തെ വലിയ സെറ്റ്. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള യൂണിയനാണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂണിയൻ എന്ന് പറയുന്ന ഏത് സെറ്റ് തന്നെ വരും? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ വരും. ശരിയല്ലേ? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ വരും. ഞാൻ അത് സെറ്റിലെ എലമെൻറ്റ്സ് എഴുതുന്നില്ല, എ എന്ന് പറയുന്ന സെറ്റാണെന്ന് കൊടുക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? നമുക്ക് ഈ പ്രത്യേകത അറിയാം. ഈ പ്രത്യേകത അറിയാവുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയത്. ഇനി ഡയറക്റ്റായിട്ട് എഴുതാൻ നമുക്ക് ഈ പ്രത്യേകത അറിയത്തില്ല. നമ്മളെന്ത് ചെയ്യും? യൂണിയൻ്റെ ഓപ്പറേഷൻ പഠിച്ചപ്പോൾ എന്ത് ചെയ്തിരുന്നു? ആദ്യത്തെ സെറ്റിലെ അതേ എലമെൻറ്റ്സ്, രണ്ട് സെറ്റുകളുടെ യൂണിയൻ കാണാൻ ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റ്സ് അതുപോലെ എടുത്തെഴുതി. 1 2 3 4 5 6 and 7. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തെ സെറ്റിലെ എലമെൻറ്റ്സ് അതിനകത്ത് ചേർത്ത് എഴുതുന്നു. രണ്ടാമത്തെ സെറ്റിലെ എലമെൻറ്റ്സ് 3 5 7 ആണ്. 3 5 7 ഇതിനകത്തുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് സെറ്റ്. ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തത്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും, പിന്നെ നമ്മൾ സബ്സെറ്റും അതുപോലെ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആയ യൂണിയനും ഇൻ്റർസെക്ഷനും തമ്മിലുള്ള റിലേഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമേ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളൂ. ഇത് വേരിഫൈ ചെയ്യേണ്ട ആരുമായിട്ടാണ്? റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ടാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കണം? അതിന് എ യൂണിയൻ ബി അറിയണം. എ യൂണിയൻ ബി കണ്ടാലോ? എ യൂണിയൻ ബി കാണുന്നതിന് നോക്കിക്കേ, എ യൂണിയൻ ബി ആണ് കാണേണ്ടത്. എ സെറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. ബി എന്ന് പറയുന്നത് 2 3 5 7. ഈ 2 3 5 7 എവിടെ ഉണ്ട്? എയിലുണ്ടോ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അതായത് ഇവിടെ എന്താണ്? ബി സബ്സെറ്റ് ഓഫ് എ ആണ്. ബിയിലെ എല്ലാ എലമെൻറ്റ്സും എയിൽ വരും. അതുകൊണ്ട് തന്നെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കാം? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ആരായിരിക്കും? ഇവിടെ വലിയ സെറ്റ് ആരാ? എ ആണ്. അതുകൊണ്ട് എ യൂണിയൻ ബി എ ആണ്. ഓക്കെ ആണോ? എ യൂണിയൻ ബി എ ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ എന്ന് എഴുതിക്കൂടെ? എ എന്ന് എഴുതാം. എ യൂണിയൻ ബി എ എന്ന് എഴുതി. പിന്നീട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ സി ആണ്. എ യൂണിയൻ സി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി കിട്ടി, എ യൂണിയൻ സി കണ്ടുപിടിക്കണം. എ യൂണിയൻ സിയിലെ എലമെൻറ്റ്സ് എഴുതാൻ വേണ്ടി നമ്മൾ നോക്കി. അങ്ങനെ സെറ്റ് എടുത്ത് നോക്കിയപ്പോൾ എ എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. സി എന്ന് പറയുന്നത് 1 3 5 7 9 വരെയുള്ള നമ്പേഴ്സാണ്. സി എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സാണ്? 1 3 5 7 9 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പേഴ്സിനകത്ത് എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 6 7 വരും. 7 കൂടാതെ ആരുണ്ട് ഇവിടെ? 7 കൂടാതെ ആരുണ്ട്? 9 കൂടെ ഉണ്ട്. 1 3 5 7 ഇതിനകത്തുണ്ട്. പിന്നെ ആരും കൂടെ വരണം? 9 കൂടെ വരണം. എങ്കിലേ എ യൂണിയൻ സി കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ 7 കഴിഞ്ഞൊരു 9 കൂടെ വന്നു. സെറ്റ് നമ്മൾ എഴുതി. ഓക്കെ ആണ്. അപ്പോൾ എ യൂണിയൻ സിയും കിട്ടി, എ യൂണിയൻ ബിയും കിട്ടി. ഇവർ തമ്മിലുള്ള എന്താണ് കാണേണ്ടത്? ഇൻ്റർസെക്ഷനാണ് കാണേണ്ടത്. എ യൂണിയൻ ബി
ഫസ്റ്റ് കണ്ടു ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ആണ്. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആരാണ്? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ്. ഈ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസും എവിടെ ഉണ്ട്? എ യൂണിയൻ സിയിലുണ്ടല്ലോ. ഉണ്ട്. 1 3 4 5 6 7 വരെയുള്ള എലമെൻസ് ആയിരുന്നു എ എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ടായിരുന്നത്. ആ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസും എവിടെ ഉണ്ട്? എ യൂണിയൻ സിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ സി ആവുമല്ലോ. എയിലെ എല്ലാ എലമെൻസും അവിടെ ഉണ്ട്, എ യൂണിയൻ സിയിലുണ്ട്. എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ സിയിലായതുകൊണ്ട് ചെറിയ സെറ്റ് ഇവിടെ ആരാ? എ ആണ്. അങ്ങനെയെങ്കിൽ എയുടെയും എ യൂണിയൻ സിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ആര് വരും? എ തന്നെ വരത്തില്ലേ? വരും. ഇവിടെ എ യൂണിയൻ ബി ആരാ? എ ആണ്. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു എ. ഇൻ്റർസെക്ഷൻ ആ ഓപ്പറേഷൻ അതുപോലെ എഴുതി. എ യൂണിയൻ സി ആരാ? ഇയാളാണ്. എ യൂണിയൻ സി എഴുതി. നമുക്കറിയാം എയുടെ സബ്സെറ്റാണ്, അല്ല എ യൂണിയൻ സിയുടെ സബ്സെറ്റാണ് എ. എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ സി ആണ്. അതുകൊണ്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് പറയുന്ന ആര് തന്നെ വരും? എ തന്നെ വരും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത് ഇങ്ങനെയാണ്. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എ എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് പറയുന്നത് എന്ത് കിട്ടി? എ എന്ന് തന്നെ കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് LHS ഈസ് ഈക്വൽ ടു RHS. ഹെൻസ് വേരിഫൈഡ്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേരിഫൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കിയാലോ?